നമസ്കാരം. ഞാൻ ബിജീഷുള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷുള്ളൂ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലായാലും നിഫ്റ്റിയുടെ ഈ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, ഈ ഒരു ട്രെൻഡ് നമുക്കിനി വരും ദിവസങ്ങളിലായാലും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിഫ്റ്റിയിലായാലും നമ്മൾ ഈ ഒരു അപ്പ് മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു അപ്പ് മൂവ്മെന്റ് ആയാലും ഒരു റൈറ്റ് ഒരു ബൈര മൂവ്മെന്റ് ആയിട്ട് കാണുന്നില്ല. കാരണം നിഫ്റ്റി ലോങ് ടൈം ട്രെൻഡിൽ നെഗറ്റീവായിട്ട് നിലനിൽക്കുകയാണ്. പക്ഷേ 19,800 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത ബൈര ഒരു ഓപ്പർച്യൂണിറ്റി ഇതിൽ നിലനിൽക്കാനായിട്ടാണ് സൂചിപ്പിച്ചിരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെ തന്നെയാണ്, അല്ലെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് ലെവൽ തന്നെയാണ് 19,742. ഇതാണ് ഈ ഒരു ലെവലിന്റെ ആയാലും സ്റ്റോപ്പ് ലോസ് വരുന്നത്. നിഫ്റ്റിക്കായാലും ഈ ഒരു മൂവ്മെന്റ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നിഫ്റ്റിക്കായാലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ഉടനെ തന്നെ കിട്ടും. പക്ഷെ ഈ ഒരു മൊമെന്റം വോളറ്റൈൽ മൊമെന്റ് ആണ്. അപ്പോൾ വോളറ്റൈൽ മൊമെന്റം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇത് എങ്ങനെയാണ് വോളറ്റൈൽ മൊമെന്റം? സ്ട്രോങ് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ആണെങ്കിൽ, മാർക്കറ്റിൽ ഒരു സ്ട്രോങ് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ആണെങ്കിൽ നിഫ്റ്റിയിലായാലും ഈ ഒരു മൊമെന്റ് ആണ് മാർക്കറ്റിൽ ലഭിക്കുക. പക്ഷെ നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ആ ഒരു വോളറ്റൈൽ മൊമെന്റത്തിനാണ് സാധ്യത കൂടുതൽ വരുന്നത്. അതായത് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ, ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ നിലനിർത്താനായിട്ടാണ് നിഫ്റ്റിയിൽ ഒരു സാധ്യത കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലായാലും നമുക്കൊരു പൊസിഷനിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് ഈസി അല്ല. പൊസിഷനിൽ നമുക്കൊരു മാനേജ് ചെയ്യാൻ പറ്റില്ല. റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് നമുക്കൊരു ട്രെൻഡിൽ നിലനിൽക്കാം. പൊസിഷനിലായാലും നിഫ്റ്റിയിലായാലും ബൈ മൊമെന്റ് ആയാലും നമുക്ക് നൽകാറുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ലെവലിലൊക്കെ നമ്മൾ റൈറ്റ് ഒരു ബൈ ഏരിയ എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ഏരിയ ആണ്. തുടർച്ചയായിട്ട് ഇവിടെ റെഡ് കാലിൽ ഫോം ചെയ്തപ്പോഴാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ ഏരിയ ആണ്, ഫാൾസ് ബ്രേക്ക്ഔട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് മുകളിലേക്ക് ഒരു മൊമെന്റം സാധ്യത. അപ്പൊ ഈ സമയത്ത് വീഡിയോസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്കൊരു താഴത്തേക്ക് ഒരു ഫാള് വരുമ്പോഴായാലും റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് മാർക്കറ്റിൽ ആ ഒരു താഴത്തേക്ക് ഫാള് വന്നിരുന്നത്. 19,800 താഴെ നിന്നാണ് നിഫ്റ്റി വീണ്ടും ഹയർ ലെവലിൽ നിന്നായാലും ലോങ് ടൈം റിവേഴ്സ് ആയിരിക്കുന്നത്. മാർക്കറ്റിൽ ഒരു വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു പൊസിഷനിൽ നമുക്കൊരു മാനേജ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു മുകളിലേക്ക് മൊമെന്റം കിട്ടിയേക്കാം. പക്ഷെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്കറ്റിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ 1-2 ആഴ്ചയിലോ കോൺട്രാക്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ബൈര ഓപ്പർച്യൂണിറ്റി, മാർക്കറ്റിന്റെ ഒരു ട്രെൻഡിലായാലും പൊസിഷനിലായാലും നമുക്കായാലും റൈറ്റ് ഒരു ബൈര ഓപ്പർച്യൂണിറ്റി നൽകാം. ഇപ്പോൾ വരുന്ന നമ്മളിപ്പോഴും നൽകിയിട്ടുണ്ട്. നമുക്ക് റൈറ്റ് ബൈര ഓപ്പർച്യൂണിറ്റി നമുക്ക് ഓൾമോസ്റ്റ് ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഫാൾ വന്നൊരു സമയത്തും നമുക്ക് ഈ ഒരു അപ്പ് മൂവ്മെന്റ് വന്ന സമയത്തും പിന്നെ ഈ ഒരു ഫാൾ വന്നൊരു സമയത്തൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് റൈറ്റ് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും ലോങ് ടൈം വ്യൂവിലായാലും പൊസിഷനിൽ വ്യൂവിലായാലും നമുക്ക് നൽകും. ഓരോ ദിവസം ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. അപ്പൊ നിഫ്റ്റിയിലായാലും ഇപ്പൊ വരും ദിവസങ്ങളിൽ എങ്ങനെ മാനേജ് ചെയ്യാം? അപ്പൊ നിഫ്റ്റിയിൽ ഈ ഒരു ലെവലിലായാലും നിഫ്റ്റി ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിലനിർത്താനാണ് ഒരു സാധ്യത വളരെയധികം കൂടുതൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇൻട്രാഡേയിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മളത് നൽകാറുണ്ട്. ഇപ്പോൾ നിഫ്റ്റി ആയാലും 19,800 മുകളിലേക്ക്, 800 മുകളിലേക്കൊക്കെ നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്തപ്പോഴൊക്കെ നമ്മളത് എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് നമ്മൾ ലെവൽ നൽകിയിരുന്നു 19,840. ശ്രദ്ധിക്കുക, 840 മുകളിലേക്ക് നിഫ്റ്റിക്ക് ഒരു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ നോക്കുക. നിഫ്റ്റി ആയാലും ഇപ്പോഴും റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നമ്മൾ നൽകുന്നത്. നമുക്കായാലും ഈ ഒരു ബൈര ഓപ്പർച്യൂണിറ്റി ആയാലും നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിൽ നിന്നാണ് ഒരു ബൈര ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തിലായാലും 19,740 അടുത്താണ് നമ്മൾ ആ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് നൽകിയിരുന്നത് നമുക്ക് ഈ ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സപ്പോർട്ട് വരുന്നത് 19,600 630 അടുത്ത് നിന്നാണ്. അപ്പോൾ 630 അടുത്ത് നിന്നാണ് നിഫ്റ്റി ബൗൺസ് ചെയ്തിരുന്നത്. ആ ഒരു ഓപ്പണിംഗ് സെന്റിമെന്റിൽ തന്നെ ആ ഒരു സപ്പോർട്ടിൽ നിന്നുള്ളൊരു ബൗൺസ് ആയിരുന്നു. പക്ഷെ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ശേഷം നമ്മൾ നൽകിയിരിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ, അപ്പൊ ഇപ്പോഴും ആ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു പവർ ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം നിഫ്റ്റിയിലും ആ ഒരു ബൈ മൊമെന്റ് ആണ്. അടുത്ത റെസിസ്റ്റൻസ് വരെ, അടുത്ത റെസിസ്റ്റൻസ് 19,800 ആണ് അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. എക്സാക്റ്റ് ആയിട്ട് ആ 800ന്റെ അടുത്ത് നിന്ന് തന്നെ
റിവേഴ്സ് ആയി 19,751 ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു വോളറ്റൈൽ മൊമെന്റം നമുക്ക് പൊസിഷനിൽ നമുക്കൊരു മാനേജ് ചെയ്യാൻ ഈസി അല്ല. കാരണം രണ്ട് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതാണ് വോളറ്റൈൽ മൂവ്മെന്റ്. അപ്പോൾ നമ്മളൊരു ഓപ്ഷൻ ബൈ ചെയ്ത് നമ്മളിത് ഹോൾഡ് ചെയ്യുന്ന ഒരു സമയത്ത് അതിൽ രണ്ട് സൈഡിലേക്കുള്ള ഒരു മൊമെന്റം വരുമ്പോൾ അത് എപ്പോഴും മെൽറ്റായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് മാനേജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇൻട്രാഡേലാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ലെവലിൽ നിന്നായാലും നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു, ബൈർ ഓപ്പർച്യൂണിറ്റി എടുത്തു, അടുത്ത റെസിസ്റ്റൻസ് വരാം, അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിന്റെ താഴത്തേക്ക് നിലനിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്ത് കളയുന്ന രീതിയിൽ റെസിസ്റ്റൻസിന്റെ താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയിലായാലും ആ ഒരു ഷോർട്ട് സെൽ എന്ന് പറയുന്ന രീതി, എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ചാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നമുക്ക് എങ്ങനെയാണ് നിഫ്റ്റിനും ബാങ്ക് നിഫ്റ്റിനും നമുക്ക് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇന്നലത്തെ മാർക്കറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഇത് വോളറ്റൈലാണ്, ഹൈലി ഒരു വോളറ്റൈലാണ്. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ള അതേ സ്പീഡിൽ തന്നെ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നു. റെസിസ്റ്റൻസ് നോക്കുക, കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തു നിന്നാണ് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ അടുത്തു നിന്നാണ് എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിലായാലും ആ ഒരു ഫാളും വരുന്നത്. അപ്പോൾ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ ഈ ഒരു ട്രെൻഡ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഈ ഒരു ട്രെൻഡ് ലോങ് ടൈം വ്യൂവില് ഇപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റി മാത്രമല്ല, നാസ്തക് മാർക്കറ്റ് ഓൾറെഡി ലോങ് ടൈം നെഗറ്റീവിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നെഗറ്റീവിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പോകുന്ന ഓരോ മൂവ്മെന്റ് ആയാലും അതൊരു ബൈ എടുത്ത് ഹോൾഡ് ചെയ്യാനുള്ളതല്ല, ഓരോ ഹയർ ലെവലിലും കയ്യിലുള്ള ഒരു പൊസിഷൻസ് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. നമുക്ക് ആ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതുപോലെ തന്നെയാണ് ആ ഒരു സ്റ്റോക്കുകളിലായാലും ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ദിവസങ്ങളിലായാലും നമുക്ക് എങ്ങനെയാണ് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യേണ്ടത്? ഇപ്പോൾ നിഫ്റ്റി ആയാലും വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഓരോ റെസിസ്റ്റൻസും മനസ്സിലാക്കി വെക്കണം. ഓരോ റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും കൃത്യമായിട്ട് രണ്ട് സൈഡിലേക്കും മാർക്കറ്റിൽ മൂവ് ചെയ്യാനുള്ള രീതിയിലായിരിക്കണം എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ടത്. 800 മുകളിൽ എപ്പോഴും റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ 805 മുകളിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത് ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിയത് തന്നെ യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഹയർ ലെവലിലേക്ക് 860 റെസിസ്റ്റൻസ്, 805 താഴത്തേക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 860 വിട്ട് കഴിഞ്ഞാൽ 19,900 റെസിസ്റ്റൻസ് ആണ്. 19,900 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ് വരുന്നത്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ലെവലിലാണ്, ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലെവലിലാണെങ്കിൽ, ഈ ഒരു ലെവലില് അതായത് ഈ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു ലെവലിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ട്, അതായത് 19,740 ആ ഒരു സപ്പോർട്ട്. അപ്പോൾ 19,740 എടുക്കുക, 740 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യുക, ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. പക്ഷേ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലും 705 അടുത്ത് സപ്പോർട്ടാണ്. 705 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 740 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് നിഫ്റ്റിക്ക് ആ ഒരു പവർ ഉണ്ടായിരിക്കുള്ളൂ, മുകളിലേക്കുള്ള ഒരു മൊമെന്റത്തിലുള്ള ഒരു പവർ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ 675 സപ്പോർട്ടാണ്. 675 ഹോൾഡ് ചെയ്തുകൊണ്ട് 705 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ നിലനിർത്തിയാൽ നമുക്ക് ആ ഒരു സെയിം ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ ലോവർ ലെവലിലെ സപ്പോർട്ട് 19,645 ആണ്. 645 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 675 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി. എപ്പോഴും മാർക്കറ്റ് ഒരു വോളറ്റാലിറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്? ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വീക്ക്നെസ് ആണെന്ന് മനസ്സിലാക്കുക. ഓപ്പൺ ചെയ്യുന്ന പറയുന്ന സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് അതിന്റെ താഴെയാണ് വരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 645 സപ്പോർട്ടാണ്. 645 ബ്രേക്ക് ചെയ്താലും 610 അടുത്ത് സപ്പോർട്ടാണ്. 610 ഹോൾഡ് ചെയ്തുകൊണ്ട് 645 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 740 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഷോർട്ട് സെല്ലിന്റെ താഴത്തേക്ക് മാത്രം അടുത്ത റെസിസ്റ്റൻസ് 800 അടുത്താണ്, അല്ലെങ്കിൽ 740 മുകളിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇതൊരു സപ്പോർട്ടിന്റെ ഒരു മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അതായത് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു മുകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും വീക്ക്നെസ് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ലോവർ ലെവല് ചിലപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ താഴത്തേക്ക് വന്നാലും, ഇൻ കേസ് ഈ ഒരു ലെവലിൽ താഴത്തേക്ക് വന്നാൽ നമുക്കൊരു പൊസിഷൻ വ്യൂവിൽ ചെയ്യാനായിട്ട് എളുപ്പമല്ല.
ബാങ്ക് നിഫ്റ്റിയിൽ മാനേജ് ചെയ്യാനായിട്ട് അത്ര ഈസി അല്ല. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ 1-2 ആഴ്ച വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വീക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഡയറക്ഷൻ, എക്സാക്റ്റ് ഈ ഒരു ട്രെൻഡ് ചിലപ്പോൾ മാറാം, ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ മാർക്കറ്റിൽ മാറാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ലെവല് ആ ഒരു സമയത്ത് നൽകാം. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും സെൽ ട്രെൻഡിൽ തന്നെയാണ്. നമുക്കൊരു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതാണ് ബെറ്റർ. ഞാൻ ഇൻട്രാഡേയിലെ ലെവൽസ് പറയാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 520 മുകളിലേക്ക് നിലനിൽക്കുമ്പോൾ ഷോർട്ട്സിന് അധികം ഇമ്പോർട്ടൻസ് നൽകരുത്. ഇതിന്റെ മുകളിൽ വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകുന്നില്ല. കൃത്യമായിട്ട് ആ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യുക. 520 താഴത്തേക്ക് വന്നാൽ മാത്രമാണ് പിന്നെ റിവേഴ്സൽ വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ്. 350 താഴെയാണെങ്കിൽ വീക്ക്നെസ് തന്നെയാണ്. 350 മുകളിലേക്ക് 44 350 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ വരുന്ന ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യത വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും 44,000-ലാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത്. 44,100 മുകളിലേക്ക്, അതായത് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ്, അതായത് 44,020 താഴെയാണ് വരുന്നെങ്കിൽ കൂടുതൽ വീക്ക്നെസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ പറയുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിലൊക്കെ വീക്ക്നെസ് ആണ്. പക്ഷെ സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് അടുത്തൊരു റെസിസ്റ്റൻസിന് മുകളിലേക്ക് കയറുന്ന ഒരു സമയത്ത് ഒന്ന് അലേർട്ട് ആവണം. നമ്മൾ അഗ്രസീവ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. പൊസിഷൻസ്, ഷോർട്ട്സിന്റെ പൊസിഷൻസ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എക്സാക്റ്റ് ആയിട്ട് കറക്റ്റ് ട്രെൻഡിൽ നിലനിൽക്കാൻ പറ്റും. ഓരോ ദിവസം നൽകുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് വേറൊരു ന്യൂസോ വേറൊരു മാർക്കറ്റ് സെന്റിമെന്റിലോ ഒന്നിന്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയാലും മാർക്കറ്റിന്റെ ഏതൊരു സിറ്റുവേഷനിലും വർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് മാർക്കറ്റ് സിറ്റുവേഷനിലും നമുക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാർക്കറ്റ് വലിയ അവസരമായിട്ട് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.